കർത്താവിന്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. എക്ലീഷിയോളജി എന്ന വിഷയത്തെ ആസ്പദമാക്കി നമ്മൾ പല കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. നാം ഒടുവിലായി ചിന്തിച്ചത് ദൈവസഭയുടെ പര്യായ നാമങ്ങൾ നമ്മൾ ചിന്തിക്കുവാനിടയായി തീർന്നു. ദൈവസഭയുടെ കൂട്ടത്തെ സഹോദരന്മാരെന്ന് സംബോധന ചെയ്യുന്നുണ്ട്, വിശ്വാസികളെന്ന് സംബോധന ചെയ്യുന്നുണ്ട്, വിശുദ്ധന്മാരെന്ന് അറിയപ്പെടുന്നു, തെരഞ്ഞെടുക്കപ്പെട്ടവർ എന്ന് ദൈവസഭയെ വിളിക്കുന്നുണ്ട്, ക്രിസ്തുവിന്റെ ശരീരം എന്ന പേര് ദൈവസഭയ്ക്കുണ്ട്, പരിശുദ്ധാത്മാവിന്റെ മന്ദിരം എന്നുണ്ട്. നമ്മൾ അത്രയും പഠിച്ചു കഴിഞ്ഞു. ഏഴാമത് സത്യത്തിന്റെ തൂണും അടിസ്ഥാനവും. 1 തീമോഥെയോസ് 3:15 നമുക്ക് വായിച്ച് തുടർന്നുള്ള ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 1 തീമോഥെയോസ് 3:15 വായിക്കാം. താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇത് എഴുതുന്നു. ആമേൻ. ജീവനുള്ള ദൈവത്തിന്റെ ആലയം അത് സത്യത്തിന്റെ തൂണാണ്. തൂൺ എന്ന പദം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? പില്ലർ, തൂണ്. എന്തിനാണ് തൂൺ ഉപയോഗിക്കുന്നത്? വീടുകൾക്ക് പില്ലറുണ്ട്, മറ്റു പല കാര്യങ്ങൾക്കും തൂണുകൾ ഉപയോഗിക്കാറുണ്ട്. എന്തിനാണ്? അതെ, തൂണിന്റെ ഉപയോഗം താങ്ങി നിർത്തുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഉറപ്പിന് വേണ്ടി, അല്ലേ? ഉറപ്പ്. ഈ തൂണിന്റെ സ്ട്രെങ്ത് അനുസരിച്ചാണ് പല കെട്ടിടങ്ങളുടെയും നിലനിൽപ്പ്. സ്ട്രെങ്ത് ഇല്ലാത്ത തൂണാണെങ്കിൽ എന്താ സംഭവിക്കും? അതെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വരുവാനിടയായിരിക്കും. മനസ്സിലായോ? ദൈവസഭയുടെ തൂണ്, അല്ലെങ്കിൽ സത്യത്തിന്റെ തൂണെന്നറിയപ്പെടുന്നത്. വാസ്തവത്തിൽ ദൈവസഭയുടെ തൂൺ എന്താണ്? അത് ദൈവത്തിൽ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നതാണ് ദൈവസഭ. 2, ക്രിസ്തുവിൽ ഉറപ്പിക്കപ്പെട്ടിരിക്കുക. 3, പരിശുദ്ധാത്മാവിൽ ഉറപ്പിക്കപ്പെട്ടിരിക്കുക. 4, തിരുവെഴുത്തുകളാൽ ഉറപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ സഭയുടെ ഉറപ്പെന്ന് പറയുന്നത്, നിലനിൽപ്പെന്ന് പറയുന്നത് പിതാവായ ദൈവത്തിലും പുത്രനായ ക്രിസ്തുവിലും പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തിലും ദൈവവചനത്തിലുമാണ്. ഈ ഒരു തൂണും നമുക്ക് മാറ്റാൻ ഒക്കത്തില്ല. പിതാവായ ദൈവത്തെ മാറ്റിവെച്ചിട്ട് ദൈവസഭയില്ല. ക്രിസ്തുവിനെ മാറ്റിവെച്ചാൽ ദൈവസഭയുണ്ടോ? ഇല്ല. പരിശുദ്ധാത്മാവിനെ മാറ്റിവെച്ചാൽ ദൈവസഭയില്ല. തിരുവചനത്തെ മാറ്റിവെച്ചാൽ ദൈവസഭയുടെ എല്ലാ സഭകളും അവസാനിച്ചു, പ്രമാണമേ പോയി. ഈ 4 സത്യങ്ങളുടെ ഉറപ്പിനും നിലനിൽപ്പിനും ഭൂമിയിൽ സ്ഥാപിതമായ ഏക സ്ഥാപനമാണ് ദൈവസഭ. കാരണം ഇതിനപ്പുറത്ത് വേറൊരടിസ്ഥാനം സഭയോടുള്ള ബന്ധത്തിൽ
ആർക്കും ഇടാൻ കഴിയത്തില്ല. ഈ 4 തൂണുകൾക്കപ്പുറത്ത് വേറൊരു ഫൗണ്ടേഷൻ ഇടാൻ ആർക്കും കഴിയില്ല. 1 കൊരിന്ത്യർ 3:11 വായിക്കാം. 1 കൊരിന്ത്യർ 3:11. യേശുക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. ഒരു സെൻട്രൽ പാസ്റ്റർക്കും ഒരു സഭാ നേതാവിനും ഒരു വിശ്വാസിക്കും എന്റെ കർത്താവിന്റെ അടിസ്ഥാനത്തിന് അപ്പുറത്തൊരു അടിസ്ഥാനം ഇടാൻ കഴിയത്തില്ല. പുതിയ നിയമസഭയ്ക്ക് അടിസ്ഥാനമുണ്ട്, തൂണുകളുമുണ്ട്. പുതിയ നിയമസഭയ്ക്ക് എഫീസ്യർ 2:20 മുതൽ 22 വരെ എന്ന് വായിക്കാം. എഫീസ്യർ 2:20 മുതൽ 22 വരെ. ബൈബിൾ ഉള്ളവരൊക്കെ എടുക്കണം, പെട്ടെന്ന് വായിക്കണം. യേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവരിൽ കെട്ടിടം മുഴുവൻ യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവരിൽ നിങ്ങളെ ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. പുതിയ നിയമസഭയ്ക്ക് അടിസ്ഥാനമുണ്ട്. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനം. സഭയ്ക്ക് തൂണുകളുണ്ട്. ഇതെല്ലാം ത്രിയേക ദൈവത്തോടും തിരുവചനത്തോടും ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യമാണ്. അടുത്തത് ദൈവസഭ ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്. പഠിക്കുന്നവർ ദയവായി നിങ്ങളുടെ ക്യാമറ ഓൺ ചെയ്ത് വെക്കുന്നത് ഒത്തിരി നല്ലത്. നിങ്ങൾ ക്യാമറ ഇങ്ങനെ ഓൺ ചെയ്യാതെ പോകുന്നതിന്റെ മെയിനായിട്ട് വിഷയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുന്നില്ലെന്നുള്ളതാണ്. നിങ്ങൾ ഇതിങ്ങനെ ഓണാക്കി വെച്ചിട്ട് എന്നെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുകയാണ്. നിങ്ങൾ കമ്മിറ്റ്മെന്റോട് പഠിക്കുന്നില്ല. കമ്മിറ്റ്മെന്റോട് പഠിക്കുന്ന ഒരാള് 100% എന്ത് ചെയ്യും? ക്യാമറ ഓൺ ചെയ്ത് വിളിക്കും. മനസ്സിലായോ? അതാണ് എൻ്റെ അത് അനുഗ്രഹം എന്ന് പറയുന്നത്. ഇവിടെ പ്രാർത്ഥിക്കാൻ ഞാൻ ഇവിടെ ഒരു മധു പുരോധരനോട് പറഞ്ഞു, ഉപാസനം തോന്നുന്നു. ആ ദിവാസൻ പിന്നെ പ്രാർത്ഥിച്ചോലുമില്ല, കാരണം ആ സ്ഥലത്തില്ലായിരുന്നു. അങ്ങനെയുള്ള പലരുണ്ട്. ഇനിയിപ്പം പിന്നെ രാജേഷ് വാസ് ഉണ്ട്, ജോബ്സൺ ഉണ്ട്, ഗീതാ സാജു ഉണ്ട്. ഇവരൊക്കെ നിങ്ങൾ എവിടെ പോവാണ്? എന്താ ഈ ധൃതി പിടിച്ചു പോകുന്നത്? ആഴ്ചയിലാകപ്പാട് ദൈവം തെരഞ്ഞ ഷോർട്ട് ടൈം, അതിന് പോലും നമുക്ക് ഇരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മനസ്സിലായോ? ഏതെങ്കിലും അധ്യാപകര് ക്യാമറ പിന്നെ ഓഫ് ചെയ്തിട്ട് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ അറിയണം. ഉണ്ടോ സി പി ജോൺസൺ? അങ്ങനെ പഠിപ്പിക്കുകയല്ല. എനിക്ക് എല്ലാം കാണും, നിങ്ങളുടെ മുഖം കാണണം. ഞാൻ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ ഫേസ് കാണട്ടെ. കാണാതെ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലായോ? അതുകൊണ്ട് കഴിവതും നിങ്ങൾ ക്യാമറ ഓൺ ചെയ്ത് സമാധാനത്തോടെ അവിടെ ഇരിക്കേ. സ്തോത്രം. എന്റെ ഇടയ്ക്ക് കർത്താവ് വന്നാൽ നമുക്ക് ഒരുമിച്ച് പോവാം. വിഷമിക്കണ്ട. ദൈവം സഹായിക്കട്ടെ. സ്തോത്രം. നമ്മൾ പഠിക്കും ക്രിസ്തുവിന്റെ മണവാട്ടി, ദ ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ്. ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തെ ഭാര്യയെന്നും അല്ലെങ്കിൽ മണവാട്ടിയെന്നും യഹോവയായ ദൈവത്തെ ഭർത്താവെന്നും നമുക്ക് തിരുവചനത്തിൽ വായിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഹോശേയുടെ പുസ്തകം തന്നെ ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഇസ്രായേൽ ജനത്തിന്റെ വിവരണമാണ്. അതിന്റെ ഹോശയും ഹോശയുടെ ഭാര്യയും തമ്മിലൊരു കമ്പാരിസൺ അവിടെ നടത്തുന്നുണ്ട്. മനസ്സിലായോ? ക്രിസ്തുവും സഭയും, ഉത്തമഗീതങ്ങളുടെ പുസ്തകം പഠിക്കുമ്പോൾ ക്രിസ്തുവും സഭയും
മണവാളനും മണവാട്ടിയും തമ്മിലുള്ള ബന്ധമാണ് ആ പുസ്തകത്തിൽ നമുക്ക് ഗ്രഹിക്കുവാൻ തക്കോണം ഇവിടെ ആയിത്തീരുന്നത്. മനസ്സിലായോ? ഇടയ ചെറുക്കനും ശൂലേമ്യം തമ്മിലുള്ളതായ ബന്ധം. ഒരു വാക്യം വായിക്കാമോ? യെശയ്യാ പ്രവചനം 54:5. യെശയ്യാ പ്രവചനം 54:5 വായിക്കാം. നിന്റെ സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ്, നിന്റെ സൈന്യങ്ങളുടെ സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ്. സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവന്റെ നാമം. കേട്ടോ? ഇസ്രായേൽ ഇസ്രായേൽ ജനത്തെ കുറിച്ച് പറയുകയാണ്, ഇസ്രായേൽ ജനത്തോട് പറയുകയാണ് യഹോവയാണ് നിന്റെ ഭർത്താവ്. ലോകത്തിലെ ഏറ്റവും വലിയ ബന്ധം എന്ന് പറഞ്ഞ ഭാര്യ ഭർത്തൃ ബന്ധമാണ്. അതിനകത്ത് വിഘ്നം വരാൻ പാടില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഉപമ വരുന്നത്. മനസ്സിലായോ? ലോകത്തിലെ ഏറ്റവും വലിയ ബന്ധം അത് ചെറിയ കാര്യമല്ല. യേശു ക്രിസ്തുവും ദൈവസഭയും ക്രിസ്തുവും മണവാട്ടിയും ഇൻസെപ്പറബിൾ റിലേഷൻഷിപ്പാണ്. ആർക്കും വേർപെടുത്തുവാൻ കഴിയാത്ത ബന്ധമാണ്. ആ ഒരു ബന്ധം ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മനസ്സിലായോ? ദൈവത്തോടുള്ള നമ്മുടെ കണക്ഷൻ, ആ ബന്ധം പിരിയാബന്ധമായിരിക്കണം. നമ്മൾ പാടുമല്ലോ, പിരിയാബന്ധമാണിതു, പിരിയാബന്ധമാണിതു, കാലം വരെ. അല്ലേ? എന്നുവരെയാ? യുഗകാലം വരെ. മകൾ സ്നേഹം, മകൾ സ്നേഹം എന്നുള്ള പാട്ട് എത്ര ശ്രേഷ്ഠമായ പാട്ടാ. പിരിയാബന്ധമാണ്. ആർക്കും അത് പിരിക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? ഒക്കെ കുഞ്ഞാടിന്റെ ക്രിസ്തു അധികം താമസിക്കാതെ, കുഞ്ഞാടാകുന്ന ക്രിസ്തു അധികം താമസിക്കാതെ ദൈവസഭയെ വേലി കഴിക്കും. നാം ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്. മണവാട്ടിക്ക് ഒരു നിത്യ പാർപ്പിടമുണ്ട്. സ്തോത്രം. ഇന്നും മനുഷ്യ സമൂഹത്തോട് വരിക എന്ന് പറയുന്നത് ആത്മാവും മണവാട്ടിയുമാണ്. വെളിപ്പാട് ദിവസം 22:14 ഒന്ന് നോക്കിക്കേ. 22:17 വെളിപ്പാട് പുസ്തകം. വരിക എന്ന ആത്മാവും മണവാട്ടിയും പറയുന്നു. കേൾക്കുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം. ചുമ്മാ വായിച്ചു വിട്ടിട്ട് കാര്യമില്ല. വരിക എന്ന് ആത്മാവും പറയുന്നുണ്ട്, മണവാട്ടിയും പറയുന്നു. അന്നേരം ആത്മാവിന്റെ അതേ സ്വരമാണ് മണവാട്ടിക്കുള്ളത്. രണ്ടുപേരുടെയും ആഗ്രഹം ഒന്ന് തന്നെയാ, ആശയം ഒന്ന് തന്നെയാ. പരിശുദ്ധാത്മാവ് എന്തു പറയുന്നു അത് തന്നെയാണ് ദൈവസഭയ്ക്ക് പറയാനുള്ളത്. മണവാട്ടിക്ക് വേറെ ഒന്നും പറയാനില്ല. ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാ. വരിക ഒരു വലിയ ക്ഷണമാണ്, ആത്മാവിന്റെ ക്ഷണം. ആത്മാവിന്റെ ക്ഷണം. ഒരു സെക്കൻഡ്. അന്നേരം എന്തുവാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്? ക്രിസ്തുവിന്റെ മണവാട്ടിയാണ് ദൈവസഭ. ആത്മാവിനും പറയാനുള്ളത് വരിക എന്നാണ്, മണവാട്ടിക്കും പറയാനുള്ള വരിക എന്നാണ്. ആരോടാണ്? ഭയങ്കര ഇൻവൈറ്റേഷനാണ്. നിങ്ങൾ വരണം, കേൾക്കണം, നിങ്ങൾ മാനസാന്തരപ്പെടണം, ദൈവസഭയുടെ അംഗങ്ങളായി തീരണം. മനസ്സിലായോ? അടുത്തത് ശിഷ്യന്മാർ, ഡിസൈപ്പിൾസ്. ദൈവസഭയുടെ അടുത്ത പര്യായമാണ് ശിഷ്യന്മാര്. ആദിമ നൂറ്റാണ്ടുകളിൽ ശിഷ്യന്മാർ എന്നുള്ള പദമായിരുന്നു കൂടുതലായിട്ട് കണ്ടുവന്നത്. ഇപ്പൊ നമ്മളാണെങ്കിൽ വിശ്വാസി എന്ന് പറയും.
എന്നാൽ ആദ്യ നൂറ്റാണ്ടിൽ ഒരു ദൈവ പൈതലിനെ ശിഷ്യൻ അല്ലെങ്കിൽ ശിഷ്യന്മാരുടെ കൂട്ടമെന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. ഡിസൈപ്പിൾസ്. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 6:1 വായിക്കാമോ? അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 6:1. ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ തങ്ങളുടെ വിധവമാരെ ദിനം പ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ, കേട്ടോ, വിശ്വാസികൾ എന്നുള്ളതല്ല, ധാരാളം അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം നിങ്ങൾ വായിച്ചു നോക്കണം. അവിടെ ശിഷ്യന്മാർ എന്നുള്ള പദം ധാരാളം കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. മനസ്സിലായോ? അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 19 അധ്യായ ആരംഭ വാക്യങ്ങളിലും അത് കാണാൻ കഴിയും. 5-ാം അധ്യായത്തിൽ കാണാൻ കഴിയും. ഇങ്ങനെ പലയിടത്തുണ്ട്, എല്ലാം വായിക്കാൻ സമയമില്ല. ആദ്യമ സഭയുടെ പേരായിരുന്നു ശിഷ്യന്മാർ എന്നത്. ഇനി 10-ാമത്തേത് ക്രിസ്ത്യാനികൾ. ദൈവസഭയുടെ വിവിധ പര്യായങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? ക്രിസ്ത്യാനികൾ. ശിഷ്യന്മാർക്ക് പിന്നീട് ക്രിസ്ത്യാനികൾ എന്ന് പേരായി. വായിക്കാമോ? അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 11:26. ബൈബിൾ എടുത്ത് വായിക്കാതെ വേഗത്തിൽ വായിച്ചു. അപ്പോസ്തലപ്രവൃത്തി 11:26. വായിക്കാം. അവർ ഒരു സംവത്സരം മുഴുവനും സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേരുണ്ടായി. ഉണ്ടോ? ശിഷ്യന്മാർ എന്നുള്ള ആ വിഭാഗത്തിന് ക്രിസ്ത്യാനികൾ എന്ന് പേരായി. വാസ്തവത്തിൽ അന്ത്യോക്യയിൽ വെച്ച് ജനത്തെ ശിഷ്യന്മാരെ കളിയാക്കി ജനം വിളിച്ചതാ ക്രിസ്ത്യാനികൾ. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ, ക്രിസ്തുവിന്റെ ശിഷ്യന്മാര്. ആ പേര് വളരെ ഫേമസ് ആയി, ഒരു വലിയ റിലീജിയൻ ആയിട്ട് മാറാനിടയായി. ശിഷ്യന്മാർക്ക് പിന്നീട് ക്രിസ്ത്യാനികൾ എന്ന് പേരുണ്ടായി. പുതിയ നിയമത്തില് 3 ഭാഗത്താണ് ക്രിസ്ത്യാനികൾ എന്നുള്ള പദം നമ്മൾ കാണുന്നു. ക്രിസ്ത്യാനി എന്ന പദം പുതിയ നിയമത്തിൽ 3 ഭാഗത്തുണ്ട്. ഒന്ന് നമ്മളിപ്പോൾ വായിച്ചത് അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേരായി. ഇനി നോക്കിക്കേ, അപ്പോസ്തലപ്രവൃത്തി 26:28 വായിച്ചേ. അപ്പോസ്തലപ്രവൃത്തി 26:28. അഗ്രിപ്പ പൗലോസിനോട്, ഞാൻ ക്രിസ്ത്യാനിയായി തീരുവാൻ നീ എന്നെ അല്പം കൊണ്ട് സമ്മതിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ഹെരോദ് അഗ്രിപ്പ പൗലോസിനോട് പറയുകയാണ്, നീ എന്നെ ക്രിസ്ത്യാനിയായി തീരാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? നീ എന്നെ സമ്മതിപ്പിക്കാൻ നോക്കും. ദൈവവചനം പറയുന്നത് നീ എന്നെ ക്രിസ്ത്യാനിയാക്കാനാണെന്ന് പറയുന്നു. ഇന്നും വടക്കേന്ത്യയിലൊക്കെ നമ്മൾ സുവിശേഷം പറയുമ്പോൾ മതം പരിവർത്തനം വരുത്താൻ വേണ്ടിയാണെന്ന് പറയുന്ന ധാരാളം ആളുകളുണ്ട്. ഇനി നമ്മൾ അടുത്തത് കാണുന്നത് പത്രോസിന്റെ ലേഖനത്തിലാണ്. 1 പത്രോസ് 4:16. 1 പത്രോസ് 4:16. നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളിലും എഴുതിയിട്ടുണ്ടല്ലോ. അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് ചിലതുണ്ട്. അറിവില്ലാത്തവരും ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലും ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലും ലജ്ജിക്കരുത്. അന്നേരം 3 പുതിയ നിയമത്തിൽ ക്രിസ്ത്യാനി എന്ന പദം കാണുന്നത്. അതില് 2 അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകത്തിലും 1 പത്രോസിന്റെ ലേഖനത്തിലുമാണ്. ഓക്കെ, അടുത്ത പര്യായം രാജകീയ പുരോഹിത വർഗം, റോയൽ പ്രീസ്റ്റ്ഹുഡ്. 1 പത്രോസ് 2-ാം അധ്യായം 5-ാം വാക്യം.
ഞാൻ പറഞ്ഞ വാക്കുകളെല്ലാം വായിക്കണേ. 1 പത്രോസ് 2:5, വേറൊരാൾ 9 വാക്യം. 1 പത്രോസ് 2:5, 9 ഒരാൾ വായില്ലേ. അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ഇനി 9 വാക്യത്തിലാണ് എന്റെ കൺക്ലൂഷൻ കിടക്കുന്നത്. വായിക്കാം. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. ദൈവസഭ എന്ന് പറഞ്ഞാൽ എന്താണ്? രാജകീയ പുരോഹിത വർഗം. തീർന്നില്ല. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 6-ാം വാക്യം, വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 10-ാം വാക്യം. 2 വാക്യങ്ങൾ വായിക്കാം. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവന് എന്നേക്കും മഹത്വവും ബലവും ആമേൻ. 5:10 ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചു. രാജകീയ പുരോഹിത വർഗം എന്ന് പറയുന്നത് ദൈവസഭയാണ്. ഇസ്രായേൽ സഭ മിസ്രൈം വിട്ട് വീണ്ടെടുപ്പ് പ്രാപിച്ച് സീനായി പർവ്വതത്തിന്റെ അടിവാരത്തിൽ എത്തിയപ്പോൾ യഹോവയായ ദൈവം അവരോട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് രാജകീയ പുരോഹിത വർഗമായി തീരും. അങ്ങനെ ആ ദൈവം തെരഞ്ഞെടുത്തത്. ആ സഭയാണ്, ഇസ്രായേൽ സഭയാണ് പ്രവൃത്തികളുടെ പുസ്തകം 7:38 വായിക്കുന്നത് മരുഭൂമിയിലെ സഭ എന്ന് വിളിക്കുന്നത്. ഇസ്രായേൽ സഭ മുഴുവൻ പൗരോഹിത്യം പ്രാപിച്ചുവെങ്കിലും കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിച്ചപ്പോൾ വാളെടുത്ത് വെട്ടാൻ പറഞ്ഞൊരു കൂട്ടത്തിൽ യഹോവയുടെ പക്ഷത്ത് നിൽക്കാൻ ലേവി ഗോത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനാൽ ലേവി ഗോത്രത്തെ മാത്രമേ പൗരോഹിത്യ ഗോത്രമായി തിരഞ്ഞെടുത്തുള്ളൂ. ദൈവത്തിന് പാർഷ്യാലിറ്റി ഒന്നുമില്ല. ദൈവം ഇസ്രായേൽ മക്കളെ മൊത്തത്തിൽ പൗരോഹിത്യ ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുത്തെന്നാണ് പുറപ്പാട് ദിവസം 19:4-5 വാക്യങ്ങൾ കാണുന്നത്. വായിക്കാം. പുറപ്പാട് ദിവസം 19:4-5. ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് ദൈവം ലേവിയെ മാത്രം തിരഞ്ഞെടുത്തതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരു മറുപടി കൊടുക്കണമല്ലോ. അത് വായിച്ചേ. പുറപ്പാട് 19:4-5. ഞാൻ മിസ്രയീമ്യരോട് ചെയ്തതും നിങ്ങളെ കഴുകന്മാരുടെ ചിറകിന്മേൽ വഹിച്ച് എന്റെ അടുക്കൽ വരുത്തിയതും നിങ്ങൾ കണ്ടുവല്ലോ. ആകയാൽ നിങ്ങൾ എന്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എന്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ. നിങ്ങൾ എനിക്കൊരു പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവുമാകും. മനസ്സിലായോ? ഇസ്രായേൽ മക്കൾ മുഴുവൻ എന്ന് പറഞ്ഞാൽ 12 ഗോത്രങ്ങളും ദൈവത്തിന് ശുശ്രൂഷ ചെയ്യാൻ ദൈവം കണ്ടതാണ്, ദൈവം തെരഞ്ഞെടുത്തതാണ്. എന്നാൽ യഹോവയായ ദൈവം മോശയോട് പറഞ്ഞു, നീ സീനായി പർവ്വതത്തിൽ കയറി വരാൻ പറഞ്ഞു. അങ്ങനെ സീനായി പർവ്വതത്തിൽ കയറി വന്നപ്പോൾ മോശ താമസിക്കുന്നു എന്ന് കണ്ടപ്പോൾ ജനമെല്ലാം അഹരോനോട് വഴക്കുണ്ടാക്കി അഹരോന്റെ നേതൃത്വത്തിൽ കാളക്കുട്ടിയെ ഉണ്ടാക്കി അവർ ആരാധിക്കാൻ തുടങ്ങി. മോശ താഴെ ഇറങ്ങി വന്നപ്പോൾ അത് സഹിക്കവയ്യായിരുന്നു. ദൈവം മോശ പറഞ്ഞു, യഹോവയുടെ പക്ഷത്തുള്ളവൻ എന്റെ അടുക്കൽ വരട്ടെ, എന്നിട്ട് മുഖം നോക്കാതെ വെട്ടാൻ പറഞ്ഞു. മടങ്ങി വന്നത് ലേവി ഗോത്രം മാത്രമായിരുന്നു. അവർ തെറ്റിയത് ഗോത്രം അത് തന്നെയായിരുന്നു, മടങ്ങി വന്ന ഗോത്രം അത് തന്നെയായിരുന്നു. ആ ഗോത്രത്തെ ദൈവം പൗരോഹിത്യ ശുശ്രൂഷ ഏൽപ്പിച്ചു. മറ്റുള്ളവരെ ഏൽപ്പിക്കാഞ്ഞതിന്റെ കാരണം അവർ അടുത്തു വരാഞ്ഞത് കൊണ്ടായിരുന്നു. മനസ്സിലായോ? അതുപോലെ ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ചവർക്ക് പൗരോഹിത്യം വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിലും വചനം കാക്കുന്നവർക്ക് മാത്രമേ ദൈവം അത് ഉറപ്പിച്ച് കൊടുത്തിട്ടുള്ളൂ. എല്ലാവർക്കും ഇല്ല, വചനം കാക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ. ആത്മീയമായ യേശുക്രിസ്തു മഹാപുരോഹിതനും
നാം എല്ലാവരും പുരോഹിതന്മാരുമാകുന്നു. മനസ്സിലായോ? നമ്മൾ രാജകീയ പുരോഹിത വർഗമാണ്. ഇനി അടുത്തത് ആട്ടിൻകൂട്ടം. സഭയുടെ അടുത്ത പര്യായമാണ് ആട്ടിൻകൂട്ടം. അതുകൊണ്ട് 12 കൂട്ടം കാര്യങ്ങളെ നമ്മളിപ്പോൾ ചിന്തിച്ചു അല്ലേ? ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ആട്ടിൻകൂട്ടം. ദൈവസഭ ആട്ടിൻകൂട്ടം എന്ന് പറയുന്നുണ്ട്. വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 20:28. അപ്പോസ്തലപ്രവൃത്തി 20:28. വേറൊരാൾ 1 പത്രോസ് 5:3. ആദ്യം പറഞ്ഞൊന്ന് പറയാമോ? അപ്പോസ്തലപ്രവൃത്തി 20:28 വായിക്കാം. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവേ. ആട്ടിൻകൂട്ടം ദൈവസഭയാണ്. മനസ്സിലായോ? ആടുകളുടെ കൂട്ടം. ഈ 1 പത്രോസ് 5:3 വായിച്ചേ. ഉന്മേഷത്തോടെയും ഇടവകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ആട്ടിൻകൂട്ടത്തിന് മാതൃകളായി തീർന്നും കൊണ്ട് അധ്യക്ഷത ചെയ്യുവീൻ. ആമേൻ. മനസ്സിലായല്ലോ? ദൈവസഭ ആട്ടിൻകൂട്ടം എന്ന് ഉള്ള പേരിലാണ് അറിയപ്പെടുന്നത്. പല പേരുകളുണ്ട്. 12ാമത്തെ പേരായി പറയുന്നത്. അന്നേരം നമ്മുടെ യേശു ക്രിസ്തു ആരാ? നമ്മൾ ആട്ടിൻകൂട്ടമാണെങ്കിൽ യേശു ക്രിസ്തു ആരാ? പറഞ്ഞാട്ട് ഇടേ. യോഹന്നാൻ 10:11 യേശു പറഞ്ഞു, ഞാൻ നല്ല ഇടയനാവും. ഞാൻ നല്ല ഇടയനാവും. അതുപോലെ തന്നെ 1 പത്രോസ് 5:4 നമ്മൾ വായിക്കുന്നുണ്ട്, ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ തേജസ്സിന്റെ വാടാത്ത കിരീടം കിട്ടും. ചീഫ് ഷെപ്പേർഡ്, ശ്രേഷ്ഠ ഇടയൻ. അതുപോലെ എബ്രായലേഖനം 13:20 നമ്മൾ വായിക്കുന്നു, നമ്മുടെ കർത്താവ് വലിയ ഇടയനാണ്. വലിയ ഇടയൻ. യേശു ക്രിസ്തു നല്ല ഇടയനാണ്, ശ്രേഷ്ഠ ഇടയനാണ്, വലിയ ഇടയനാണ്. മനസ്സിലായോ? യേശുവിനൊപ്പം വെക്കാൻ പറ്റിയ ഒരു ഇടയന്മാരും ഇന്ന് ലോകത്തില്ല. അവന്റെ വലിപ്പം, അവന്റെ ശ്രേഷ്ഠത, അവന്റെ നന്മ, അവനൊപ്പം പറയാൻ ആരുമില്ല. പഴയ നിയമത്തിൽ ആടുകൾ ഇടയന് വേണ്ടിയാ മരിക്കുന്നത്. ഏത് മഹാപുരോഹിതനാണെങ്കിലും പുരോഹിതനാണെങ്കിലും അവിടെ പാപങ്ങൾക്ക് വേണ്ടി യാഗമൃഗം അറക്കപ്പെടണം. ഒരൊഴിവുമില്ല. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇടയൻ ആടിനു വേണ്ടി മരിക്കുന്നു. വ്യത്യാസം മനസ്സിലായോ? പഴയ നിയമത്തിൽ ആടുകൾ ഇടയനു വേണ്ടി മരിക്കുമ്പോൾ പുതിയ നിയമത്തിൽ ഇടയൻ ആടുകൾക്ക് വേണ്ടി മരിക്കും. ആടുകളായ നമ്മെ സ്വർഗത്തിലിരുന്ന് നിരീക്ഷിക്കുന്ന ഒരു ഇടയൻ നമുക്കുണ്ട്. ഇനിയും 13ാമത്തെ പര്യായ പദം കൂടെ പറഞ്ഞ് ദൈവസഭയുടെ പര്യായ പദങ്ങളോട് നിർത്തുകയാണ്. അടുത്ത ഭാഗത്തേക്ക് നമ്മൾ വരും. മുന്തിരിയുടെ ശാഖകൾ. പറഞ്ഞു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, നിങ്ങൾ കൊമ്പുകൾ വാങ്ങുന്നത്. വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 15:1 മുതൽ 5 വരെ വായിക്കാം. യോഹന്നാന്റെ 15:1 മുതൽ 5 വരെ. സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും
അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. നോക്കണേ, യേശു പറഞ്ഞു ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി. സാക്ഷാൽ മുന്തിരിവള്ളി. എന്തുകൊണ്ടാണ് യേശു അങ്ങനെ പറഞ്ഞത് ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാണെന്ന്? അതിന് ചില കാരണങ്ങളുണ്ട്. മിസ്രൈമിൽ നിന്ന് ദൈവം കൊണ്ടുവന്ന മുന്തിരിവള്ളിയാണ് ഇസ്രായേൽ. 80-ാം സങ്കീർത്തനം 8-ാമത്തെ വാക്യം, ഒരു 2-3 വാക്യങ്ങൾ വായിക്കണം. 80-ാം സങ്കീർത്തനം 8-ാം വാക്യം. മിസ്രൈമിൽ നിന്ന് ദൈവം കൊണ്ടുവന്ന മുന്തിരിവള്ളിയാണ് ഇസ്രായേൽ. വായിച്ചേ, സങ്കീർത്തനം 80-8. നീ മിസ്രൈമിൽ നിന്ന് ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്നു, ജാതികളെ നീക്കിക്കളഞ്ഞ് അതിനെ നട്ടു. നീ യെശയ്യാ പ്രവചനം 5-ാം അധ്യായം 1-ാം വാക്യവും 7-ാം വാക്യവും. യെശയ്യാ പ്രവചനം 5:1-7. ഞാൻ എന്റെ പ്രിയതമന് അവന്റെ മുന്തിരിത്തോട്ടത്തെ കുറിച്ച് എന്റെ പ്രിയന്റെ പാട്ടുപാടും. 7-ാം എന്റെ പ്രിയ സൈന്യങ്ങളുടെ യഹോവയുടെ മുന്തിരിത്തോട്ടം ഇസ്രയേൽ ഗൃഹവും അവന്റെ മനോഹരമായ നടുതല യഹൂദ പുരുഷന്മാരും ആകുന്നു. ആമേൻ. അവൻ ന്യായത്തിനായി മതി. എന്നാൽ ഇനി യെരമ്യാ പ്രവചനം 2:21. യെരമ്യാ 2:21. ഞാൻ നിന്നെ വിശിഷ്ട പള്ളിയായി നല്ല തൈയായി തന്നെ നട്ടിരിക്കെ നീ എനിക്ക് മുന്തിരിവള്ളിയുടെ തൈയായി തീർന്നത് എങ്ങനെ? മനസ്സിലായോ? യേശു പറയാണ് ഞാനാണ് സാക്ഷാൽ മുന്തിരിവള്ളി. പറയാൻ കാരണം ഇസ്രായേലിൽ നിന്ന് ഇസ്രായേൽ എന്ന മുന്തിരിയെ കൊണ്ടുവന്ന് നട്ടു. പക്ഷെ ഫലം വന്നപ്പോൾ എങ്ങനത്തെയാ? ആട്ടുമുന്തിരിയ. കാണാൻ ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു, നല്ലപോലെ തടവൊക്കെ എടുത്തായിട്ടത് വേര് കെട്ടി ചക്ക വിട്ടു, എല്ലാ കാര്യങ്ങളും സെറ്റായി. പക്ഷെ ഫലം പറിച്ചപ്പോൾ അത് കാട്ടുമുന്തിരിയായി. ഇന്ന് ഇതുപോലല്ലേ? വേണ്ടതെല്ലാം ചെയ്തിട്ടും ഫലം എന്തുവാ? ജഡീയന്റെ ഫലം, പ്രാകൃതന്റെ സ്വഭാവം അങ്ങനെ മാറിപ്പോയി. അന്നേരം അവർ കാട്ടുമുന്തിരിങ്ങ കായ്ച്ചതിനാൽ യേശു തന്നെ തന്നെ പരിചയപ്പെടുത്തുകയാണ്, ഞാനാണ് സാക്ഷാൽ മുന്തിരിവള്ളി. എന്നിൽ കായ്ക്കുന്ന കൊമ്പ് ഒരിക്കലും കാട്ടുമുന്തിരിങ്ങ കായ്ക്കത്തില്ല. മനസ്സിലായോ? ഈ മുന്തിരിവള്ളിയായി കൊമ്പുകൾ, അഥവാ കൊമ്പുകൾ എന്ന് പറഞ്ഞാൽ വിശ്വാസികളാണ്. വിശ്വാസികൾ ക്രിസ്തുവിൽ വസിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. നമ്മൾ കൊമ്പുകളാ, ക്രിസ്തുവിൽ വസിക്കുന്ന ബ്രാഞ്ചസ് ആണ് നമ്മൾ. തായ് മുന്തിരി വള്ളിയുണ്ട്, അതിൽ വസിക്കുന്ന കൊമ്പുകൾ വളരെ ഫലം കായ്ക്കുന്നു. എന്താണിത്? കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിക്കുക എന്നത് ക്രിസ്തുവിലുള്ള ബന്ധത്തെയും കൂട്ടായ്മയും കാണിക്കുന്നു. വസിക്കുക എന്നതിന് ഗ്രീക്ക് വേർഡ് മെനോ, ഗ്രീക്ക് വേർഡില് അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? വസിക്കുക എന്ന് പറഞ്ഞാൽ ബന്ധം തുടരുക എന്ന. മെനോ എന്ന് പറഞ്ഞാൽ ബന്ധം തുടരുക. വേറൊരർത്ഥങ്ങളുണ്ട്, ചേർന്നിരിക്കുക. പറഞ്ഞാൽ ഒരിക്കൽ ക്രിസ്തുവിനെ അറിഞ്ഞാൽ വിശ്വാസത്തിൽ തന്നെ തുടരണം. വിശ്വാസത്തിൽ തന്നെ തുടരണം.
1 യോഹന്നാൻ 2:22 വായിക്കാമോ? 1 യോഹന്നാൻ 2:22. യേശുവിനെ ക്രിസ്തുവല്ല എന്ന് നിഷേധിക്കുന്നവനല്ലാതെ കള്ളൻ ആറാകുന്നു. പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവൻ തന്നെ എതിർ ക്രിസ്തുവാകുന്നു. 1 യോഹന്നാൻ 2:22 വായിച്ചേ. അതെ. ഇനി 24. നിങ്ങൾ ആദ്യം മുതൽ കേട്ടത് നിങ്ങളിൽ വസിക്കട്ടെ. ആദ്യം മുതൽ കേട്ടത് നിങ്ങൾ വസിക്കുന്നു എങ്കിൽ നിങ്ങൾ പുത്രനിലും പിതാവിലും വസിക്കും. 28 വാക്യം. ഇനിയും കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യമുണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പീൻ. ആമേൻ. അന്നേരം ഒരു മുന്തിരിവള്ളി, അതിന് കൊമ്പുകൾ, അതിന് ഫലം എന്ന് പറഞ്ഞ പോലെ സാക്ഷാൽ മുന്തിരിവള്ളിയായ ക്രിസ്തുവിൽ നമ്മൾ വസിക്കണം. ആ ബന്ധം തുടരണം, ചേർന്നിരിക്കണം. അല്ലെങ്കിൽ യാതൊരു പ്രയോജനവുമില്ല. ഫലം കായ്ക്കാത്ത കൊമ്പുകളെ എന്ത് ചെയ്യുന്ന ചെത്തി വെടിപ്പാക്കും. ദൈവം ആഗ്രഹിക്കുന്ന ഫലം കിട്ടിയില്ലെങ്കിൽ കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കും, ചെത്തി വെടിപ്പാക്കും. രോഗത്തിൽ കൂടെയോ കഷ്ടങ്ങളിൽ കൂടെയോ നഷ്ടങ്ങളിൽ കൂടെയോ ഒക്കെ ദൈവം നമ്മെ എന്ത് ചെയ്യും? ചെത്തി ചെത്തി വെടിപ്പാക്കിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? ക്രിസ്തു സഭയും തമ്മിലുള്ള ഉലയാത്ത ബന്ധത്തെയാണ് ഈ മുന്തിരിവള്ളിയും അതിന്റെ കൊമ്പുകളും കാണിക്കും. ഇനി ഇത്തരം കാര്യങ്ങൾ 13 കൂട്ടം കാര്യങ്ങളാണ് സഭയുടെ പര്യായമായിട്ട് നമുക്ക് തിരുവചനത്തിൽ നിന്ന് പഠിക്കാൻ പറ്റുന്നത്. പ്രധാനമായിട്ട് അത്ര എടുത്തു വെക്കുക. സ്തോത്രം. ഇനിയും മറ്റു ചില കാര്യങ്ങളൂടെ പഠിക്കാൻ നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നു. സഭ ദൈവത്താൽ വിളിക്കപ്പെട്ടതും വാഗ്ദത്ത നാടിനെ ലക്ഷ്യമാക്കി പ്രയാണം ചെയ്യുന്നതുമായ ഒരു തീർത്ഥാടക സമൂഹമാണ്. നമ്മൾ പരദേശികളാണ്. ഒന്നുകൂടെ പറഞ്ഞു സാറേ. സഭയെന്നുള്ളത് ദൈവത്താൽ വിളിക്കപ്പെട്ടതാണ്. ദൈവത്താൽ വിളിക്കപ്പെട്ടതും നമ്മുടെ ലക്ഷ്യം എന്താ? വാഗ്ദത്ത നാടാണ്. വാഗ്ദത്ത നാട് നമ്മുടെ കർത്താവ് നമുക്ക് ഒരുക്കുന്ന ഭവനമാണ്. അന്നേരം ചുരുക്കി പറഞ്ഞാൽ സഭ ദൈവത്താൽ വിളിക്കപ്പെട്ടതും വാഗ്ദത്ത നാടിനെ ലക്ഷ്യമാക്കി പ്രയാണം ചെയ്യുന്നതുമായ ഒരു തീർത്ഥാടക സമൂഹമാണ്. ഇനി അതിന്റെ കുറച്ച് പോയിന്റ്സ് ഞാൻ പറയാം. സഭ ഒരു യാദർച്ഛിക സംഭവമല്ല. ദൈവ നിയോഗത്താൽ ഉളവായതാണ്. സഭ ഇന്നലെ ഇന്നലെ പെയ്ത മഴയ്ക്ക് കൊടുത്ത തകരെന്നൊക്കെ കേൾക്കത്തില്ല. അതുപോലത്തെ അല്ല. ദൈവസഭ യാദൃച്ഛികമായി ഉണ്ടായതല്ല, ദൈവ നിയോഗത്താൽ ഉളവായതാണ്. മനസ്സിലായോ? 2, സഭയെന്ന് പറയുന്നത് ഒരു പുരുഷാരമല്ല. പകരം സ്വരൈക്യമുള്ള ഒരു സമൂഹമാണ്. ഐക്യതയുള്ള ഒരു സമൂഹം. പുരുഷന്മാരെല്ലാരും കൂടുന്നിടത്ത് ഐക്യതയൊന്നും പറഞ്ഞൊന്നുമില്ല. നമുക്ക് പറയാൻ പറ്റും നമ്മുടെ വിശ്വാസം ഒന്നാണ്, സ്നാനം ഒന്നാണ്,
നമ്മുടെ പിതാവ് ഒന്നാണ്, നമ്മുടെ ലക്ഷ്യം ഒന്നാണ്, നമ്മൾ പോകുന്നത് ഒന്നാണ്. അന്നേരം ഒരേ സ്വരമുള്ള സമൂഹമാണ് ദൈവസഭ. മൂന്നാമത്, സഭയെന്ന് പറയുന്നത് ഒരു സഹകരണ സംഘമല്ല. നാട്ടിൽ ഒരുപാട് സഹകരണ സംഘങ്ങളുണ്ട്. ക്ഷീര സഹകരണ സംഘം, കേട്ടില്ല? സഹകരണ സംഘങ്ങൾ ഒത്തിരിയുണ്ട്. ദൈവസഭ അങ്ങനത്തെ അല്ല. ദൈവസഭ കൂട്ടായ്മ സംഘമാണ്. കൂട്ടായ്മ. ദൈവസഭ സഹകരണ സംഘമല്ല, നേരെ മറിച്ച് കൂട്ടായ്മ സംഘമാണ്. നമ്മൾ മാത്രമേ സഭയ്ക്ക് കൂട്ടായ്മ എന്ന് പറയത്തുള്ളൂ. മറ്റുള്ളവരൊക്കെ കേവലം അതിനെ ഒരു കൂടിവരവായിട്ടും ഒത്തുചേരലായിട്ടും ഒക്കെ കാണുമ്പോൾ നാം പറയുന്നത് ദൈവ സഭ എന്ന് പറഞ്ഞത് കൂട്ടായ്മയാണ്. ലോകത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി നിലകൊള്ളുന്ന ഏക സമൂഹമാണ് സഭ. നാം നമുക്ക് വേണ്ടിയല്ല നിലകൊള്ളുന്നു, നാം മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മറ്റുള്ളവരോട് സുവിശേഷം പറയുന്നു, മറ്റുള്ളവരെ രക്ഷയിൽ കൊണ്ടുവരുന്നു. മനസ്സിലായോ? അതൊക്കെ വലിയ അർത്ഥമുള്ള കാര്യമാണ്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാവും. ഈ വെളിച്ചം ഇവിടുന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഈ ലോകം ഇരുട്ടല്ലേ, പിന്നെ സംഭവിക്കാൻ പോകുന്നത്. അതായത് മറ്റുള്ളവർക്ക് വേണ്ടി നിലകൊള്ളുന്ന സമൂഹമാണ് ദൈവസഭ. അതിനൊരു കാരണമുണ്ട്. സഭയുടെ നാഥനായ കർത്താവ് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം നൽകിയ വ്യക്തിയാണ്, അല്ലേ? അതുകൊണ്ടാണ് ആ ലെസൺ നമ്മൾ ഉൾക്കൊണ്ട് ജീവിക്കുന്നത്. ഇനി നമ്മൾ സഭയുടെ അടിസ്ഥാന സ്വഭാവങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പോവാം. സഭയുടെ അടിസ്ഥാന സ്വഭാവങ്ങൾ. ഗ്രീക്കില് മൂന്ന് പ്രധാനപ്പെട്ട പദങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. ഒന്ന് കൊയിനോനിയ, KOINONIA, KOINONIA, കൊയിനോനിയ. കൊയിനോനിയ എന്ന വാക്കിന്റെ അർത്ഥം കൂട്ടായ്മ എന്നാണ്. കൂട്ടായ്മ എപ്പോഴും നമ്മോടുള്ള ബന്ധത്തില്ല, അകത്തെ കാര്യങ്ങളാണ് കൂട്ടായ്മ. നമുക്ക് ലോകത്തോട് കൂട്ടായ്മയില്ല, അവിശ്വാസികളോട് കൂട്ടായ്മയില്ല. നമുക്ക് കൂട്ടായ്മ നമ്മുടെ കാറ്റഗറിയിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട പരിശുദ്ധാത്മാവിൽ നിൽക്കുന്ന ദൈവമക്കളുമായിട്ടുള്ള കൂട്ടായ്മയാണ് നമുക്കുള്ളത്. അതാണ് ദൈവസഭ എന്ന് പറയുന്നത്. അതിന് കൊയിനോനിയ, കൂട്ടായ്മ. ഇനി മറ്റൊരു പദമുണ്ട്, ഡയാക്കോണിയ. ഡയാക്കോണിയ, DIAKONIA, ഡയാക്കോണിയ. ഡയാക്കോണിയ എന്ന വാക്കിന്റെ അർത്ഥം ശുശ്രൂഷ എന്ന, അല്ലെങ്കിൽ സേവനം. സേവനം എപ്പോഴും മറ്റുള്ളവരുള്ള ബന്ധത്തിലാണ്, അല്ലേ? കൊയിനോനിയ നമ്മോടുള്ള ബന്ധത്തിൽ, ഡയക്കോണിയ എന്ന് പറഞ്ഞാൽ സേവനമാണ്, ശുശ്രൂഷയാണ്, അത് മറ്റുള്ളവരുള്ള ബന്ധത്തിൽ. ഇനി അടുത്തത് മാർട്ടൂറിയ.
MARTURIA. ഈ ഗ്രീക്ക് പദങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ. MARTURIA, മാർട്ടൂറിയ. അതിന്റെ അർത്ഥം സാക്ഷ്യം വഹിക്കുക. സാക്ഷ്യം വഹിക്കുക. സാക്ഷ്യം വഹിക്കുന്ന ആരുള്ള ബന്ധത്തിലാ? ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ. ബ്രിങ് ദ സോൾസ് ടു ക്രൈസ്റ്റ്. ക്രിസ്തുവിലേക്ക് ആത്മാക്കളെ നേടാൻ നാം സാക്ഷ്യം വഹിക്കണം, അല്ലേ? അന്നേരം സഭയുടെ അടിസ്ഥാന സ്വഭാവങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട 3 കാര്യം ഞാൻ ഓർപ്പിച്ചു. 1 കൂട്ടായ്മ, 2 ശുശ്രൂഷ, 3 സാക്ഷ്യം വഹിക്കുക. കൊയ്നോനിയ നമ്മോടുള്ള ബന്ധത്തിലും, ഡയക്കോണിയ മറ്റുള്ളവരോടുള്ള ബന്ധത്തിലും, മാർട്ടൂറിയ ക്രിസ്തുവിനോടുള്ള ബന്ധത്തിലും. ദൈവസഭയുടെ അടിസ്ഥാന സ്വഭാവങ്ങളാണത്. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാം വാക്യം വായിച്ചേ. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാം വാക്യം. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോട് സുവിശേഷം പ്രസംഗിപ്പീൻ. Preach the gospel to every creation. സകലരോട് സുവിശേഷം പ്രസ്താവിപ്പീൻ, അല്ലേ? അതെ. എമിൽ ബർണർ എന്ന് പറഞ്ഞൊരു സിസ് തിയോളജിയൻ ഉണ്ടായിരുന്നു. എമിൽ ബർണർ. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. തീ അതിന്റെ ജ്വാലയിൽ നിലനിൽക്കുന്നത് പോലെ സഭ അതിന്റെ പ്രേക്ഷിത വൃത്തിയിൽ നിലനിൽക്കുന്നു. നോക്കണം, തീ അതിന്റെ തീ എങ്ങനെ നിലനിൽക്കുന്നേ? അതിന്റെ ജ്വാലയിലാണ് നിലനിൽക്കുന്നത്. തീ അതിന്റെ ജ്വാലയിൽ നിലനിൽക്കുന്നത് പോലെ ദൈവസഭ അതിന്റെ പ്രേക്ഷിത വൃത്തിയിൽ നിലനിൽക്കുന്നു. എന്ന് പറഞ്ഞാൽ ദൈവസഭയ്ക്ക് ഒരു കാരണവശാലും സുവിശേഷ വേലയിൽ ഒഴിഞ്ഞിരിക്കാൻ പറ്റുകയില്ല. തീക്ക് തീയുടെ ഒരു ജ്വാലയുണ്ട്. ആ ജ്വാലയും തീയും തമ്മിൽ നമുക്ക് മാറ്റാനൊക്കത്തില്ല. അതുപോലെ സഭയും സുവിശേഷ വേലയും തമ്മിൽ നമുക്ക് മാറ്റിവെക്കാൻ പറ്റത്തില്ല. ഇത് ഭയങ്കര കണക്റ്റഡ് ആണ്. The church exists by mission as fire exists by burning. അങ്ങനാണ് എമിൽ ബർണർ പറഞ്ഞത്. ഇനിയും വാട്ട് ഈസ് മിഷൻ? ദൗത്യം എന്നാൽ എന്ത്? ദൗത്യം എന്നാൽ എന്ത്? ഈ മിഷൻ എന്ന് പറയുന്നത്, അല്ലെ ഈ ദൗത്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്ലാനാണ്. മിഷൻ ഈസ് ദ പ്ലാൻ ഓഫ് ഗാഡ്. ദൈവത്തിന്റെ പ്ലാനാണ്. നമുക്ക് അത് മാറ്റി വെക്കാനോ അതിനത് ചേഞ്ച് വരുത്താനോ കഴിയത്തില്ല. ദൈവം വച്ചിരിക്കുന്ന ദൗത്യം, ആ മിഷൻ, നോ വൺ ക്യാൻ ചേഞ്ച് ഇറ്റ്. നമുക്കത് പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റിയല്ല. കാരണം ദൈവത്തിന്റെ, നമ്മുടെ പ്രോഗ്രാം നമുക്ക് മാറ്റാം, നമ്മുടെ പ്ലാനുകൾ നമുക്ക് മാറ്റാം, അല്ലേ മതപാസ്റ്റർ? അങ്ങനല്ലേ? നമ്മുടെ പ്ലാനുകളൊക്കെ നമുക്ക് മാറ്റാം. ദൈവത്തിന്റെ പ്ലാൻ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. മനസ്സിലായോ? ദൈവത്തിന്റെ പ്ലാൻ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ പലയിടങ്ങളിൽ സുവിശേഷ ദൗത്യമായിട്ട് നിൽക്കുന്നത്. മതപാസ്റ്റർ ദീർഘവർഷങ്ങളായിട്ട് ട്രിവാൻഡ്രത്ത് ഒരുപാട് ഏരിയയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദൈവാസന. എന്റെ വളരെ അടുത്തൊരു സ്നേഹിതൻ കൂടെ. സ്തോത്രം. നമ്മുടെ രാജേഷ് പാസ്റ്റർ ചെന്നൈയിൽ പ്രവർത്തിക്കുന്ന ദൈവാസന. സക്രിയ തോമസ് പാസ്റ്റർ പിന്നെ രാജസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവദാസന. ജോയി പാസ്റ്റർ ആലപ്പുഴ പ്രവർത്തിക്കുന്ന ഒരു ദൈവദാസൻ. മനസ്സിലായി? പ്രജിത് പാസ്റ്റർ ഒരു മിഷണറി ആയിട്ട് ഇന്ത്യയുടെ പല പട്ടണങ്ങളിൽ പോയി പ്രവർത്തിക്കുന്ന ഒരു ദൈവദാസൻ.
മനസ്സിലായോ? എന്നിട്ട് നമ്മയൊക്കെ ദൈവം കണ്ടിരിക്കുന്നത് ദൈവം ഏൽപ്പിച്ച ദൗത്യം ചെയ്യാനാണ്. നമുക്ക് മാറി അകന്ന് നിൽക്കാൻ ഒക്കത്തില്ല. നമ്മള് ദൈവം ഏൽപ്പിക്കുന്നിടത്ത് നമ്മൾ പോയി നമ്മൾ ചെയ്യുക, മാറ്റി തീ അതിന്റെ ജാലയിൽ നിന്ന് മാറ്റാൻ കഴിയാത്ത പോലെയാണ് കർത്താവിന്റെ വേല, ദൈവസഭ. ആ കണക്ഷൻ അവിടെ കിടക്കുന്നത്. ശുശ്രൂഷയാലും നോക്കണം. നമുക്കറിയാലോ, ആദ്യം ലാസ്റ്റ് പറഞ്ഞ മാറ്റൂറിയ, സാക്ഷ്യം വഹിക്കുക, അത് പറഞ്ഞ് മനസ്സിലാക്കാം. ശുശ്രൂഷയാലും കൂട്ടായ്മയാലും സുവിശേഷം അറിയിച്ച് ദൈവസഭ ക്രിസ്തുവിന്റെ സാക്ഷിയാകണം. മനസ്സിലായോ? നമ്മുടെ സേവനം കൊണ്ടും നമ്മുടെ കൂട്ടായ്മ കൊണ്ടും സുവിശേഷം പറഞ്ഞ് ദൈവസഭ ക്രിസ്തുവിന്റെ സാക്ഷിയാകണം. അതല്ലേ പ്രവൃത്തി 1:11, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിടറ്റത്തോളം എന്റെ സാക്ഷികളാകുകയും. അത് കർത്താവ് തന്നിരിക്കുന്ന വലിയ ദൗത്യമാണ്. Mission is the witness of the church given by proclamation, fellowship and service. ദൈവസഭയുടെ സാക്ഷ്യമാണ് ദൈവത്തിന്റെ വേല. അത് നമ്മൾ പ്രഘോഷിക്കണം, അത് കൂട്ടായ്മ കൊണ്ട് വെളിപ്പെടുത്തണം, അത് ശുശ്രൂഷ കൊണ്ട് നമ്മൾ കാണിച്ചു കൊടുക്കണം. ഇനിയും മിഷൻ എന്നാൽ എന്ത് നമ്മൾ ചിന്തിക്കുകയാണ്. ഒരു 3 പ്രധാനപ്പെട്ട പോയിന്റ് പറയാം. ദൈവിക ദൗത്യം എന്ന് പറയുന്നത് ഒരു ആശയ കൈമാറ്റമാണ്. മിഷൻ ഈസ് എ കമ്മ്യൂണിക്കേഷൻ. ദൈവം നമ്മെ ഏൽപ്പിച്ച ദൗത്യം ഒരാശയം കൈമാറുന്നതാണ്. അതായത് ദൈവത്തിന്റെ ആശയം മനുഷ്യർക്ക് കൊടുക്കുക. എന്താ ദൈവത്തിന്റെ ആശയം? യോഹന്നാൻ 3:14 പറഞ്ഞല്ലോ, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്. എന്താ ബാക്കി എന്തുവാ? ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അതാണ് ദൈവത്തിന്റെ ഐഡിയ. You have to proclaim that idea to everyone. ദൈവിക ദൗത്യം ഒരു ആശയ കൈമാറ്റമാണ്. രണ്ടാമത്, മിഷൻ ഈസ് ഐഡന്റിഫിക്കേഷൻ, താദാത്മ്യം പ്രാപിക്കുക. ദൈവിക ദൗത്യത്തിന്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? നാം ക്രിസ്തുവിനെ പോലെ ആകുക എന്നുള്ളതാണ്. അതാണ് ദൈവിക ദൗത്യത്തിന് മേജർ അജണ്ട. ദൈവത്തിന്റെ ആശയം മറ്റുള്ളവർക്ക് കൊടുക്കുക. ദൈവത്തിന്റെ ദൗത്യം മുഖാന്തരം നമ്മൾ കർത്താവിനെ പോലാകും. യേശു വരുമ്പോൾ അത് നടക്കും. നാം അവനെ പോലെ അനുരൂപമാകുവാൻ ഇടയായിത്തീരും. മിഷൻ ഈസ് എ ഡയലോഗ്. ദൈവിക ദൗത്യം എന്ന് പറയുന്നത് ഒരു ഡയലോഗാണ്. മേശയ്ക്ക് ചുറ്റും കൂടിയിരുന്ന് നാം സംസാരിക്കുന്ന പോലെ ഒരു സംഭാഷണമാണ് ദൈവിക ദൗത്യം. ദൈവം നമ്മോട് പറയുന്നു, അത് നമ്മൾ ജനത്തോട് പറയും. നമ്മുടെ അടുക്കെ വരുന്നവരോട് നമുക്ക് എന്ത് ചെയ്യാം? സംഭാഷണത്തിൽ കൂടെ ദൈവത്തിന്റെ ദൗത്യം നമുക്ക് ഫുൾഫിൽ ചെയ്തിട്ടുള്ളതായിത്തീരും. അല്ലെ? അങ്ങനെ നമ്മൾ ദൈവിക ദൗത്യം അക്കംപ്ലിഷ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനിയും ദൈവസഭയുടെ നിർവചനം നമ്മൾ പഠിക്കാൻ പോവാണ്. അതിനു മുമ്പ് ഒരു 5 മിനിറ്റ് ഷോർട്ട് ബ്രേക്ക്, 5 മിനിറ്റ് ഷോർട്ട് ബ്രേക്ക്. നമ്മള് ഇനിയും പഠിക്കാൻ പോകുന്നത് സഭയുടെ
നിർവചനം ദൈവസഭയുടെ അംഗത്വത്തിലുള്ള വ്യവസ്ഥ, അനുഷ്ഠാനങ്ങൾ, ഉദ്ദേശം തുടങ്ങിയ കാര്യങ്ങളാണ് ചിന്തിക്കാൻ പോകും. സഭയ്ക്ക് ഒരു നിർവചനം പറയാൻ പറഞ്ഞാൽ എന്തു പറയും? സഭയ്ക്ക് ഒരു നിർവചനം പറഞ്ഞാൽ എന്തു പറയാൻ പറ്റും? ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്ന കൂട്ടം. ഇപ്പൊ നമ്മൾ ഏതാണ്ട് ഒരു 10 പറഞ്ഞു. അതല്ല, സഭയ്ക്ക് ഒരു നിർവചനം നമ്മൾ പറഞ്ഞാൽ ഒരു ഡെഫിനിഷൻ പ്രത്യേക ഉദ്ദേശത്തിന് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം. നിങ്ങൾ പറഞ്ഞെല്ലാം ശരിയാണ്. എങ്കിലും ഈ നിർവചനം നിങ്ങൾ മറക്കല്ലേ. നിങ്ങൾ അത് എഴുതിയെടുത്ത് പഠിക്കണം. പെന്തക്കോസ്ത് നാളിൽ ആരംഭിച്ച് ക്രിസ്തുവിന്റെ മധ്യാകാശ വരവിൽ സഭയുടെ ഉൽപ്രാപണത്തോടു കൂടി അവസാനിക്കുന്ന ഒരു സ്ഥാപനമാണ് ക്രിസ്തീയ സഭ. സഭ തുടങ്ങുന്ന പെന്തക്കോസ്ത് നാളിലാണ്. പെന്തക്കോസ്ത് നാളിൽ ആരംഭിച്ച് സഭയുടെ കാലഘട്ടം എന്ന് വരെയാ, കർത്താവിന്റെ രണ്ടാമത്തെ വരെയാണ്. പെന്തക്കോസ്ത് നാളിൽ ആരംഭിച്ച് ക്രിസ്തുവിന്റെ മധ്യാകാശ വരവിൽ ദൈവസഭയുടെ ഉൽപ്രാപണത്തോടുകൂടി അവസാനിക്കുന്ന ഒരു മകൾ സ്ഥാപനമാണ് ദൈവസഭ അല്ലെങ്കിൽ ക്രിസ്തീയ സഭ. ഗ്രീക്കിൽ എക്ലീഷ്യ എന്ന വാക്കിൽ നിന്നാണ് ദൈവസഭ എന്ന പദം ഉണ്ടായത്. എക്ലീഷ്യ, നമുക്കത് സർവ്വസാധാരണമായ ഒരു പേരാണ് എക്ലീഷ്യ. എക്ലീഷ്യാസസ്റ്റസ് എന്ന് പറഞ്ഞ സഭാപ്രസംഗങ്ങൾ എന്ന് പറഞ്ഞൊരു പുസ്തകം തന്നെ നമുക്കുണ്ട്. അതിനെ ഇപ്പൊ നമ്മുടെ മധുപാസ് പറഞ്ഞ പോലെ അതിനെ വിളിച്ച് വേർതിരിച്ച എന്ന അർത്ഥമുണ്ട്. വിളിച്ച് പ്രത്യേക ഉദ്ദേശത്തിനാണ്. സഭ എന്നുള്ള സിമ്പിൾ മീനിങ്ങാണ് ഞാൻ പറയുന്നത്. അത് നമ്മള് കുറച്ചുകൂടെ വിശദീകരിക്കാൻ പോവാം. എക്ലീഷ്യ എന്ന ആ പദത്തിന്റെ സിമ്പിൾ മീനിങ് സഭ എന്നാണ്. അതായത് വിളിച്ച് വേർതിരിക്കുക, കാൾഡ് ഔട്ട് ബോഡി, വിളിച്ച് വേർതിരിച്ചു. ഇനി അതിന്റെ അർത്ഥം എന്താ? ലോകത്തിലെ സമ്പ്രദായങ്ങളിൽ നിന്നും ക്രിസ്തുവിൽ വസിക്കേണ്ടതിന് വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സഭ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ. ഒന്നുകൂടെ ഞാൻ പറയാം. ലോകത്തിലെ സമ്പ്രദായങ്ങളിൽ നിന്നും ക്രിസ്തുവിൽ വസിക്കേണ്ടതിന് വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് ദൈവസഭ. ഒന്ന് കൊരിന്ത്യർ 1:2 നമ്മൾ വായിക്കുന്നു, കൊരിന്തിലുള്ള ദൈവസഭയ്ക്ക് ക്രിസ്തുയേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവർക്കും. കേട്ടോ, ഫിലോമോന്റെ ലേഖനം 2-ാം വാക്യത്തിൽ വായിക്കുന്നു, വിശ്വാസികളുടെ കൂടിവരവിനെ സഭ എന്ന് സംബോധന ചെയ്തിട്ടുണ്ട്. അതായത് ഫിലോമോന്റെ ലേഖനം 2-ാം വാക്യത്തിൽ വീട്ടിലെ സഭയ്ക്കും എന്നാണ് അവിടെ കാണുന്നത്. വീട്ടിലെ സഭയ്ക്കും. കൊളോസ്യർ 4:15 അങ്ങനുണ്ട്, വീട്ടിലെ സഭയ്ക്കും. മറ്റൊരു
അർത്ഥം 1 കൊരിന്ത്യർ 15:9 നമുക്ക് കാണുന്നുണ്ട്. ലോകമെങ്ങുമുള്ള വിശുദ്ധന്മാർക്കും. അതാണ് സാർവത്രിക സഭ, അല്ലെ യൂണിവേഴ്സൽ ചർച്ച് എന്ന് വിളിക്കുന്നത്. പൗലോസ് പറയുന്നുണ്ട്, ദൈവസഭയെ ഉപദ്രവിച്ചതിനാൽ. അതൊരു ലോക്കൽ ചർച്ചിനെ മാത്രമല്ല പൗലോസ് ഉപദ്രവിച്ചത്, ഒരുപാട് സഭകളെ ദൈവമക്കളെ ഉപദ്രവിച്ചു. അത് യൂണിവേഴ്സൽ ചർച്ചാണ്. അന്നേരം സഭയുടെ ചില വ്യത്യാസങ്ങൾ ഞാൻ പഠിപ്പിക്കാൻ പോവാം. സഭയോടുള്ള ബന്ധത്തിൽ ചില വ്യത്യാസങ്ങൾ നമുക്ക് പഠിക്കാം. അതുകൂടെ പറഞ്ഞിട്ട് ഞാനിവിടെ നിർത്തും. എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. ഒന്ന്, സഭയും ദൈവരാജ്യവും തമ്മിലുള്ള വ്യത്യാസം പഠിച്ചിട്ടുണ്ടോ? സഭയും ദൈവരാജ്യവും. ദൈവരാജ്യത്തെ കുറിച്ച് ഏറ്റവും കൂടുതൽ ഉപമകൾ കാണുന്നത് എവിടാണ്? ദൈവരാജ്യത്തെ കുറിച്ച് ഏറ്റവും കൂടുതൽ പാരബിൾസ് നമ്മൾ കാണുന്നത് എവിടാണ്? സുവിശേഷങ്ങളിലാ. സുവിശേഷങ്ങളാണ്, ശരിയാണ്. മർക്കോസിന്റെ സുവിശേഷം. എന്നാല് ഒരധ്യായം മുഴുവൻ ഏറ്റവും കൂടുതൽ ഉപമകൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. അതേതാന്ന് പറയാമോ? 13. മർക്കോസ് 13. അല്ല, പുസ്തകം തെറ്റിപ്പോയി. മത്തായി 13. കേട്ടോ മതി പാസ്റ്റേ, അല്ലെങ്കിൽ തെറ്റിപ്പോയതേ ഉള്ളൂ. മത്തായി 13. ആ, ഓക്കെ. അതെ, ഒരു 13 അറിയാം. അതെ. അന്നേരം ദൈവസഭയും ദൈവരാജ്യവും തമ്മിലുള്ള വ്യത്യാസം. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം നിങ്ങൾ സമയം പോലെ വായിച്ചാൽ മതി. ദൈവരാജ്യത്തിൽ നല്ലതും തീയതും ഉണ്ട്. അപ്പൊ അന്നേരം ദൈവരാജ്യത്തിൽ നല്ലതേ ഉള്ളല്ലോ എന്നൊക്കെ ചില ചിന്തിക്കും. ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിക്കും. ദൈവരാജ്യത്തിൽ നല്ലതും തീയതും ഉണ്ട്. കാരണം ദൈവസഭ എന്ന ഈ സ്ഥാപനം ഭാഗികമായി ദൈവരാജ്യത്തിൽ ഉൾപ്പെടുന്നതാണ്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മുടെയൊക്കെ ലോക്കൽ ചർച്ചകളില്ലേ, ഇതെല്ലാം ഭാഗികമായി ദൈവരാജ്യത്തിന്റെ ഒരു 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 വശത്തുള്ളതാണ്. മനസ്സിലായോ? നമ്മുടെയൊക്കെ ലോക്കൽ ചർച്ചകൾ നോക്കിക്കേ, എല്ലാം നല്ല കാര്യം മാത്രമേ ഉള്ളൂ. നല്ലതും ആകാത്തതുമായ എത്രയോ കാര്യങ്ങൾ അവിടെ ഉണ്ട്. ദൈവരാജ്യത്തിന്റെ ഒരു ഭാഗത്ത് നമ്മൾ നിൽക്കുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള ചില വിഷയങ്ങളൂടെ കയറി വരുന്നുണ്ട്. പ്രാകൃതന്മാർ ഉണ്ട്. ദൈവസഭയ്ക്ക് അത് പ്രാകൃതന്മാർ കയറി വരും. ലോക്കൽ സഭയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, യേശുവിന്റെ ശരീരമാകുന്ന സഭയുടെ കാര്യമല്ലേ പറയുന്നത്. ജഡീയന്മാരുണ്ട്, ആത്മീയരുണ്ട്. മനസ്സിലായോ? യേശുക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയ്ക്കകത്ത് ജഡീയന്മാരും കാണുകയില്ല, പ്രാകൃതന്മാരും കാണുകയില്ല. ലോക്കൽ സഭകളിൽ ഇതെല്ലാം ഉണ്ട്. എന്നാൽ ദൈവത്തിന്റെ ശരിയായ സഭയിൽ വിശുദ്ധന്മാർ മാത്രമേ കാണുകയുള്ളൂ. യഹൂദന്മാരാൽ ഉപേക്ഷിക്കപ്പെട്ട രാജ്യത്വം മശിഹായുടെ മഹത്വ പ്രത്യക്ഷതയോടുകൂടെ സ്ഥാപിതമായി തീരും. മനസ്സിലായോ? അതാണ് ദൈവവും ദൈവസഭയും ദൈവരാജ്യവും തമ്മിലുള്ള വ്യത്യാസം. ഒന്നുകൂടെ പറഞ്ഞാൽ, ദൈവസഭ ദൈവരാജ്യത്തിൽ ചെന്ന് ചേരും. ഒരാമേ പറയാമോ? ദൈവസഭ ദൈവരാജ്യത്തിൽ ചെന്ന് ചേരും. 1000 വർഷം ഈ ഭൂമിയിൽ ഭരിക്കപ്പെടുന്ന ക്രിസ്തുവിന്റെ രാജ്യത്വത്തിൽ ദൈവത്തിന്റെ സഭയുമുണ്ട്, അല്ലെ? ഇനി രണ്ടാമത്, ദൃശ്യവും അദൃശ്യവുമായ സഭകൾ തമ്മിലുള്ള വ്യത്യാസം.
ദൃശ്യസഭ, അദൃശ്യ സഭ, അല്ലെങ്കിൽ വിസിബിൾ ചർച്ച് ആൻഡ് ഇൻവിസിബിൾ ചർച്ച്. എന്താണ് ദൃശ്യസഭ എന്ന് പറയുന്നത്? പ്രാദേശിക സഭയുടെ അംഗങ്ങളെല്ലാം ചേർന്നതാണ് ദൃശ്യസഭ. തിരുവനന്തപുരത്ത് ചെന്ന ഒത്തിരി സഭകളുണ്ട്, തിരുവല്ലയിൽ വന്നാലുണ്ട്, കോട്ടയത്ത് ചെന്നാലുണ്ട്, വടക്കേണ്ടി ചെന്നാലുണ്ട്, ഗൾഫിൽ വന്നാലുണ്ട്. ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റുന്ന സഭകളാണ്. കാണുകയും അവിടെ ശുശ്രൂഷിക്കുകയും ഒക്കെ ചെയ്യാം. ഒക്കെ ദൃശ്യസഭയാ. എന്നാൽ ഭൂമിയിലെ സകല സമുദായങ്ങളും വിഭാഗങ്ങളും നല്ലതും തീയതും ഇഷ്ടമല്ലാത്തതും എല്ലാം ഉൾപ്പെട്ടതാണ് ദൃശ്യസഭ. മനസ്സിലായോ? നമുക്ക് ഇഷ്ടമില്ലാത്ത എത്രയോ പേര് ഈ ലോക്കൽ സഭകളുണ്ട്. നമ്മളെ അംഗീകരിക്കാത്ത എത്രയോ പേരുണ്ട്. അങ്ങനെ ലോകത്തിലുള്ള സകല സമുദായങ്ങളും വിഭാഗങ്ങളും നല്ലതും തീയതും ഇഷ്ടമുള്ളതും ഇല്ലാത്തതും എല്ലാം ഉൾപ്പെടുന്നതാണ് ദൃശ്യസഭ. എന്നാൽ സാർവത്രിക സഭ എന്ന് പറയുന്നത് ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടുള്ള എല്ലാവരും ഉൾപ്പെട്ടതാണ് അദൃശ്യമായ സഭ. നമുക്ക് അദൃശ്യമായ സഭയെ ഒരുമിച്ച് ഇപ്പം കാണാൻ പറ്റത്തില്ല. കർത്താവിന്റെ വരവിൽ മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ. മനസ്സിലായോ? ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടുള്ള എല്ലാവരും ഉൾപ്പെട്ടതാണ് അദൃശ്യമായ സഭ. അതായത് നമുക്ക് മുമ്പേ ക്രിസ്തുവിൽ മരിച്ച് നിത്യതയിൽ പോയ കൂടിക്കിടക്കുന്ന വിശുദ്ധന്മാർ, ഇപ്പോൾ ജീവിക്കുന്ന വിശുദ്ധന്മാർ, കർത്താവിന് വരവ് താമസിച്ചാൽ നാളെ ജനിക്കാനും ജീവിക്കാനും കർത്താവിന് വേണ്ടി രക്ഷാനിർണയം പ്രാപിച്ച് സ്നാനപ്പെട്ട് ജീവിപ്പാൻ വേണ്ടിയുള്ളതായ വലിയ സമൂഹം, ഇവരെ എല്ലാവരെയും ഉൾപ്പെടുന്നതാണ് അദൃശ്യ സഭ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി മൂന്നാമത്, പ്രാദേശിക സഭയും സാർവത്രിക സഭയും തമ്മിലുള്ള വ്യത്യാസം. ഒന്ന്, സഭയും ദൈവരാജ്യവും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞു. ദൃശ്യ അദൃശ്യ സഭകൾ തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞു. ഇനിയും പ്രാദേശിക സഭയും സാർവത്രിക സഭയും തമ്മിലുള്ള വ്യത്യാസം. ഒരു പ്രത്യേക സ്ഥലത്ത് കൂടി വരുന്ന വിശ്വാസികളുടെ കൂടിവരവിനെയാണ് പ്രാദേശിക സഭ എന്ന് പറയുന്നത്. അത് വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. എഫെസോ സഭ, സ്മിർന സഭ, പെർഗമോ സഭ, സാർദീസ് സഭ, തൈത്തീയ സഭ, ഫിലദൽഫിയ സഭ, ലവോദിക്ക സഭ, ഇങ്ങനെ സഭകളില്ലേ? അതൊക്കെ പ്രാദേശിക സഭകളാണ്. എന്നാൽ ലോകമെമ്പാടുമുള്ള സകല ദൈവമക്കളെയും ചേർത്താണ് സാർവത്രിക സഭ എന്ന് പറയുന്നത്. ഇനി അടുത്തത്, യഥാർത്ഥ സഭയും ആത്യന്തിക സഭയും തമ്മിലുള്ള വ്യത്യാസം. സാറേ അത് ഒന്നുകൂടെ പറയാമോ? പ്രാദേശിക സഭയും സാർവത്രിക സഭയും തമ്മിലുള്ള വ്യത്യാസം. മൂന്നാമത്തേത് അല്ലെ, ഒരു പ്രത്യേക സ്ഥലത്ത് കൂടി വരുന്ന വിശ്വാസികളുടെ കൂടിവരവിനെയാണ് പ്രാദേശിക സഭ എന്ന് പറയുന്നത്. ഉദാഹരണം, വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങൾ. ലോകമെമ്പാടുമുള്ള സകല ദൈവമക്കളെയും ഉൾപ്പെടുത്തിയാണ് സാർവത്രിക സഭ എന്ന് പറയുന്നത്. ലോകമെമ്പാടുമുള്ള സകല ദൈവമക്കളെയും ഉൾപ്പെടുത്തിയാണ് സാർവത്രിക സഭ എന്ന് പറയുന്നത്. ഇനി നമ്പർ 4, യഥാർത്ഥ സഭയും ആത്യന്തിക സഭയും തമ്മിലുള്ള വ്യത്യാസം.
യഥാർത്ഥ സഭയും ആത്യന്തിക സഭയും തമ്മിലുള്ള വ്യത്യാസം. ശ്രദ്ധിച്ചാണ്. അപൂർണരും ക്രിസ്തുവേശു മുഖാന്തരം പൂർണ്ണതയിലേക്ക് ബന്ധപ്പെടുന്നവരുമായ വിശ്വാസികളുടെ കൂട്ടത്തെയാണ് യഥാർത്ഥ സഭ എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറഞ്ഞു സാർ. അപൂർണരും ക്രിസ്തുവേശു മുഖാന്തരം പൂർണ്ണതയിലേക്ക് ബന്ധപ്പെടുന്നവരുമായ വിശ്വാസികളുടെ കൂട്ടത്തെയാണ് യഥാർത്ഥ സഭ എന്ന് പറയുന്നത്. എന്നാൽ സ്വർഗത്തിലേക്ക് പ്രവേശിച്ച് പൂർണ്ണത സിദ്ധിച്ചവരുടെ കൂട്ടത്തെ ആത്യന്തിക സഭയെന്ന് പറയുന്നു. എന്നാൽ സ്വർഗത്തിലേക്ക് പ്രവേശിച്ച് പൂർണ്ണത സിദ്ധിച്ചവരുടെ കൂട്ടത്തെ ആത്യന്തിക സഭയെന്ന് പറയുന്നു. ആരൊക്കെ ഓടിപ്പോയല്ലോ? എവിടെ പോയി? ഓക്കെ, നമുക്കറിയാം അനേക വിശുദ്ധന്മാർ ഇന്ന് നിത്യതയിലുണ്ട്. അവരാത്യന്തികമായി ദൈവസന്നിധിയിൽ എത്തിപ്പെട്ടവരാണ്. അവർ ജയാളികളാണ്, ജയം പ്രാപിച്ചവരാണ്. അഞ്ചാമത്തെ കാര്യം, പ്രവർത്തനോന്മുഖമായ സഭയും ജയാളിയായ സഭയും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ കാര്യക്ഷമമായ സഭയും ജയാളിയായ സഭയും തമ്മിലുള്ള വ്യത്യാസം. സാറേ ഒന്നുകൂടെ പറയണേ സാറേ. പ്രവർത്തനോന്മുഖമായ സഭയും ജയാളിയായ സഭയും തമ്മിലുള്ള വ്യത്യാസം. എന്താ വ്യത്യാസം? പ്രവർത്തനോന്മുഖമായ സഭയാണ് ഇപ്പോൾ ഭൂമിയിലുള്ള സഭ. ഭൂമിയിലുള്ള സഭ കാര്യക്ഷമമായ സഭയാണ്, അല്ലേ? എന്നാൽ സഭയുടെ ഒരു ഭാഗം ഇപ്പോൾ സ്വർഗത്തിലാണ്. ആ സഭയാണ് ജയാളിയായ സഭ. സഭയുടെ ഒരു ഭാഗം ഇപ്പോൾ എവിടെ ഉണ്ട്? സ്വർഗത്തിലുണ്ട്. സഭ ആ സഭയാണ് ജയാളിയായ സഭ. പ്രവർത്തനോന്മുഖമായ സഭയാണ് ഇപ്പോൾ ഭൂമിയിലുള്ളത്. ഭൂമിയിലുള്ള സഭ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. കൺവെൻഷൻ നടത്തുന്നു, ക്രൂസേഡ് നടക്കുന്നു, സുവിശേഷം പറയുന്നു, ഉപവാസപ്പാട് നടത്തുന്നു, ബൈബിൾ നടത്തുന്നു, സഹായം നടത്തുന്നു. അങ്ങനെ കാര്യക്ഷമമായ സഭയാണ്. എന്നാൽ സ്വർഗത്തിൽ പോയ വിശുദ്ധന്മാർക്ക് ഇതൊന്നുമില്ല. അവിടെ സഭയുടെ ഒരു ഭാഗം ഇപ്പോൾ സ്വർഗത്തിലാണ്. ആ സഭയാണ് ജയാളിയായ സഭ. എന്ന് പറഞ്ഞാൽ ജയിക്കുന്നവൻ എന്നോട് കൂടെ ഇരിപ്പാൻ ഞാൻ വരം നൽകും, ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും, ജയിക്കുന്നവന് വെള്ള ഇടുപ്പ് കൊടുക്കും. മനസ്സിലായോ? അന്നേരം ജയാളികൾ എവിടെ ഉണ്ട്? ജയാളി കംപ്ലീറ്റ്, അല്ലേ? പൗലോസ് പറഞ്ഞല്ലോ, ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ച് വിശ്വാസം കാത്തു. അതുകൊണ്ട് നമ്മൾ കാണുന്നത് നീറോ ചക്രവർത്തി പൗലോസിന് തല വെട്ടിക്കളഞ്ഞു, ദൈവസന്നിധിയിൽ പോയി. ജയാളിയായ സഭ, സഭയുടെ ഒരു ഭാഗം ഇപ്പോൾ സ്വർഗത്തിലാണ്. ഭൂമിയിലുള്ള സഭ പ്രവർത്തനപരമായ സഭയാണ്. ഇതാണ് ചില വ്യത്യാസങ്ങൾ. സഭയും ദൈവരാജ്യവും തമ്മിലുള്ള വ്യത്യാസം, ദൃശ്യസഭയും അദൃശ്യ സഭകൾ തമ്മിലുള്ള വ്യത്യാസം, പ്രാദേശിക സഭയും സാർവത്രിക സഭയും തമ്മിലുള്ള വ്യത്യാസം, യഥാർത്ഥ സഭയും ആത്യന്തിക സഭയും തമ്മിലുള്ള വ്യത്യാസം, പ്രവർത്തനോന്മുഖമായ സഭയും ജയാളിയായ സഭയും തമ്മിലുള്ള വ്യത്യാസം. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് സഭയുടെ അടിസ്ഥാനം,
എന്ന വിഷയം നമുക്ക് പഠിക്കാം. ദൈവം സഹായിക്കട്ടെ. ഇന്ന് പലരും കയറിയില്ല. വന്നവരെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പാസ്റ്റർ മധു പാസ്റ്റർ പ്രാർത്ഥിച്ചാണ്.